ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. അപ്പോൾ ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി വളരെ ലളിതമായി തയ്യാറാക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയാണ്, ചുട്ടിടിച്ച ചമ്മന്തി. അപ്പോൾ എങ്ങനെയാണിത് ചുട്ടിടിക്കുന്നത്, എങ്ങനെയാണ് ചുടുന്നത് ഇടിക്കുന്നതെന്നൊക്കെ കാണണ്ടേ. അപ്പോൾ നമ്മളുടെ ഈ ചുട്ടിടിച്ച ചമ്മന്തി നല്ല കപ്പയുടെ കൂടെ കഴിക്കാൻ പറ്റിയൊരു കാര്യമാണ്. അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വറ്റൽമുളക് 20 എണ്ണം, തേങ്ങ ചെറുതായി കൊത്തിയെടുത്തത് 1/2 കപ്പ്, പിരിയൻ മുളക് പൊടി 3 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ 4 ടേബിൾ സ്പൂൺ. അപ്പോൾ ചുട്ടിടിച്ച ചമ്മന്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണണ്ടേ. അപ്പോൾ ഒരു അരച്ച ചമ്മന്തിയല്ല, ഇടിച്ച ചമ്മന്തിയാണ്. അപ്പോൾ അടുപ്പ് കത്തിച്ചിട്ട് അടുപ്പിലേക്ക് ചുവട് കെട്ടിയുള്ളൊരു പാത്രം. ആദ്യം അതിലേക്ക് നമ്മൾ തേങ്ങ കൊത്ത്, അതായത് തേങ്ങയുടെ കുറച്ചെടുത്തിട്ട് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ബീഫ് വളർത്തിനൊക്കെ ഇടുന്ന പോലെ ഇങ്ങനെ തേങ്ങ ഇങ്ങനെ മുറിച്ചെടുത്തത്. ഇതൊരു 1/2 കപ്പ്. ആദ്യം ഡ്രൈ റോസ്റ്റാണ്, ശരിക്കും എണ്ണയൊന്നും ഒഴിച്ചല്ല നമ്മൾ വറുക്കുന്നത്. ഇതിങ്ങനെ ഒന്ന് മൂപ്പിക്കും. അപ്പോൾ തേങ്ങ ചെറുതായി വാടി തുടങ്ങി. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് വറ്റൽമുളക്, അപ്പോൾ ഒരു ചുട്ട മണം വന്നു തുടങ്ങി തേങ്ങയുടെ. ഈ വറ്റൽമുളകും കൂടി ഇട്ടിട്ട് വറ്റൽമുളകും ഒന്ന് മൂക്കണം. അപ്പോൾ ഇപ്പോൾ മുളകും മൂത്ത് കഴിഞ്ഞു. ഇനി തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരല്പം ഒന്ന് തണുക്കാനായിട്ട് സമയം കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചത് അല്പം ഒന്ന് തണുത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഇതിനെ ഒരു മിക്സിയുടെ ചെറിയ ബൗളിലേക്ക് മാറ്റാൻ പോവാം. പണ്ടൊക്കെ ഒരു കല്ലിൽ വെച്ചൊക്കെ ആണെങ്കിൽ നമുക്ക് ഇടിച്ചെടുക്കാം. പക്ഷെ ഇപ്പം അങ്ങനെയല്ലല്ലോ. ഇപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും സബ്സ്റ്റിറ്റ്യൂട്ടാണ് നോക്കുന്നത്. ഏറ്റവും എളുപ്പത്തിൽ നമ്മളെ വീട്ടമ്മമാർക്ക് എങ്ങനെയാണത് ചെയ്തെടുക്കാൻ സാധിക്കുക. എന്നാൽ നമ്മുടെ ആ പഴയ രുചി കിട്ടുകയും വേണം. നമ്മുടെ നാട്ടിൽ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ചെയ്തിരുന്ന രീതിയിലേക്ക് ഒരു രുചി വേണം. എന്നാൽ ആധുനികമായ സംവിധാനത്തിൽ അതെങ്ങനെ ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം ഇതിങ്ങനെ വയ്ക്കുന്നു. എന്നിട്ട് ആദ്യം ഒറ്റൊരു റൗണ്ട് നമുക്കൊന്ന് ജസ്റ്റ്, അപ്പോൾ ആദ്യത്തെ ഒരു മിക്സിങ്. അതിൻ്റെ കൂടെ ഇനി ഒരു 3 ടീസ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടിയും കൂടി ചേർക്കാം. പിരിയൻ മുളകിൻ്റെ പൊടി ഒരു 3 ടീസ്പൂൺ. അപ്പോൾ ഇത് നല്ല എരിവുള്ള കാര്യമാണ്, ചമ്മന്തിയല്ലേ. ഒരല്പം ഉപ്പും കൂടി ചേർക്കാം, ആവശ്യത്തിനുള്ള ഉപ്പ് വേണമെങ്കിൽ നമുക്ക് രണ്ടാമതും ചേർക്കാമല്ലോ. ഇനി ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ 1, 2, ഒരു 3 ടേബിൾ സ്പൂൺ എന്നിട്ട് ഒന്ന് ചെറുതായിട്ട്. ഇനി നമുക്കൊരു പാത്രത്തിലാക്കിയിട്ട് ബാക്കി വെളിച്ചെണ്ണ വെച്ചിട്ട് ചാലിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ ചുട്ടിടിച്ച ചമ്മന്തി ഏതാണ്ട് റെഡിയായി. ഇനി ഇതിലേക്ക് ധാരാളം വെളിച്ചെണ്ണ ഇനിയും വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കും. ഞാൻ 4 ടേബിൾ സ്പൂണാണ് പറഞ്ഞത്, പക്ഷേ ആവശ്യാനുസരണം ഒഴിക്കും. നല്ല എരിവും ഉപ്പും ഒക്കെ ഉള്ള കാര്യമാണ്. അപ്പോൾ എണ്ണയാണ് അതിനെ ബാലൻസ് ചെയ്യുന്നത്. നല്ല വെളിച്ചെണ്ണ. അങ്ങനെ നമ്മൾ ചുട്ട് ഇടിച്ച ചമ്മന്തി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എന്തൊരു സ്വാദാണെന്നറിയോ. അതുണ്ടാക്കുമ്പോൾ തന്നെ നമ്മളുടെ നാക്കിൽ വെള്ളം ഊറും. അപ്പോൾ നമ്മളുടെ ചുട്ടിടിച്ച ചമ്മന്തി ഇങ്ങനെ തരിതരിപ്പായിട്ടാണ് നമ്മൾ ഇടിച്ചെടുക്കേണ്ടത്. ഇങ്ങനെ അത്രയും മതി, ഒരുപാട് ഫൈനായിട്ട് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. രണ്ടാമത് നമ്മളിതിൽ വറ്റൽമുളക്, തേങ്ങ, മുളക് പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, അതാണ് നമ്മുടെ പ്രധാന കാര്യങ്ങൾ. പക്ഷേ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചെറിയ ഉള്ളിയും കൂടി ചേർക്കുക. ഒരു 5 or 6 ചെറിയ ഉള്ളിയും കൂടി നമ്മൾ തേങ്ങ വറുക്കുന്ന സ്റ്റേജിൽ തന്നെ അതിൻ്റെ കൂടെ ഇട്ട് വഴറ്റി അതിലേക്ക് നമ്മൾ വറ്റൽമുളകും ഇട്ട് മൂപ്പിച്ച്. അപ്പോൾ എല്ലാത്തിനും ഒരു ചുട്ട ഫിനിഷിങ് ആയിരിക്കും. അപ്പോൾ ചുട്ട ആ ഒരു മണം, എണ്ണ ചേർത്തല്ലല്ലോ വഴറ്റുന്നത്, ചുട്ട് എടുക്കുന്ന പോലെ. എന്നിട്ട് ഇതുപോലെ ചതച്ചിങ്ങനെ ഇടിച്ചെടുക്കുന്ന പോലെ എടുക്കുക. അപ്പോൾ ഇനി എന്താ വേണ്ടത്, വേറെ ഒന്നും വേണ്ട. നല്ല വേകുന്ന കപ്പ വേവിച്ചെടുക്കുക. പുഴുങ്ങിയ കപ്പയും ചുട്ടിടിച്ച ചമ്മന്തിയും നല്ലൊരു കട്ടൻ കാപ്പിയും കൂടി ചേർത്ത് കഴിച്ചു നോക്കും. പിന്നെ എന്തായാലും എത്ര പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കും നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റില്ല. അത് ഭയങ്കര ഡിമാൻഡുള്ളൊരു കാര്യമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക.
ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ച നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ബട്ടർ ബണ്ണാണ്. അതെങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് ഇപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. രണ്ടാമത് കാണിച്ചതാണെങ്കിലും ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ചമ്മന്തിയാണ് ചുട്ടിടിച്ച ചമ്മന്തി. നമുക്ക് എളുപ്പത്തിൽ കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു കാര്യം. അപ്പോൾ എന്തായാലും 2 വിഭവങ്ങളും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് കാവലിലൂടെ കാണാം.